ഹായ് ഓൾ, ഇന്ന് നമ്മൾക്ക് വെറൈറ്റി ആയിട്ട് ഒരു എഗ്ഗ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 5 മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 3 മീഡിയം സൈസ് സവാള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ചെറുതായിട്ട് മുറിച്ചെടുത്തത്, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചെടുത്തത്. കുക്കറിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒരു 1-2 മിനിറ്റ് നേരം നമ്മൾക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം, ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നീട് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടി നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെയാണ് നമ്മൾക്ക് വേവിക്കേണ്ടത്. അത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ, 8-10 അണ്ടിപ്പരിപ്പ്, 3/4 കപ്പോളം വെള്ളം എന്നിവ ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങിനെല്ലാം ഒരു തവി യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ഇട്ട് കൊടുക്കാം. വേപ്പിലയും ഈ സമയത്ത് ഇടേണ്ടതാണ്. വേപ്പില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് താളിച്ചത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.